السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح من تزكى. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച നമ്മുടെ പഠന സെമിനാറിൻ്റെ സമാപന സമയത്താണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്തായ അനുഗ്രഹം നമ്മയൊന്നും പ്രതിസന്ധിയിലാകാത്ത തരത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകി എന്നുള്ളതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങളുടെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി, അവൻ്റെ അനുഗ്രഹത്തെ നമുക്ക് സമ്പൂർണ്ണമാക്കി തന്നു. ഇവിടെ നിഅമതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാകുന്ന മഹത്തായ അനുഗ്രഹം. അപ്പോൾ ദീൻ അനുഗ്രഹമാണ്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു. അതിലേറ്റവും വലിയ അനുഗ്രഹം മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ കൃത്യവും വ്യക്തവുമായ സന്ദേശം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും അതിൻ്റെ അനുയായികളായി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരുടെ ഭാഗമായി മാറാൻ നമുക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹം നാം മനസ്സിലാക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്നും നമുക്ക് ഇറക്കിത്തന്ന ദീൻ, മനുഷ്യന്റെ കരവിരുതുകൾക്ക് വിധേയമാകാത്ത ദീൻ, പ്രമാണബദ്ധമായ ആ പരിശുദ്ധമായ ദീൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് ദീനീ ജീവിതത്തിൻ്റെ പ്രയോഗരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത് എന്ന ആ ചോദ്യത്തിൻ്റെ പരിധിയിൽ നമ്മളൊന്നും വരാതിരിക്കണമെങ്കിൽ കേട്ടത് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ആളുകൾ വന്നപ്പോൾ ഒരുപക്ഷേ വിശദമായൊരു ലിസ്റ്റാകാം അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരൊറ്റ വാക്കിൽ നമ്മുടെ ഉമ്മയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി ഒതുങ്ങി. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആ ഓരോ ആയത്തും എന്തൊരു സന്ദേശമാണോ നൽകുന്നത് അത് അവിടുത്തെ ജീവിതത്തിൽ പ്രതിഫലിച്ചു. ഖുർആൻ ഇറങ്ങി തീർന്നപ്പോൾ ഒരു ചലിക്കുന്ന ഖുർആൻ, വിശദീകരണമായ ഹദീസോടുകൂടി ചലിക്കുന്ന ഇസ്ലാം, ചലിക്കുന്ന ഖുർആനുകൾ സ്വഹാബത്തിലൂടെ, ചലിക്കുന്ന ഹദീസുകൾ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിലൂടെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ആശയം എടുത്ത് ഷോക്കേഴ്സിൽ വെക്കേണ്ടതില്ലാത്ത തരത്തിൽ ഇറങ്ങുന്നതൊക്കെ കാണാതെ പഠിക്കുമ്പോൾ തന്നെ ആ ആയത്തുകളിൽ ഹദീസുകളിൽ വന്നത് ജീവിതത്തിൽ പകർത്തുക എന്നതുകൂടി, അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പഠിപ്പിച്ചു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ ഖുർആനും ഹദീസും അനുസരിച്ച്, സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണേ. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ തൗഫീക്ക് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരു അനുഗ്രഹമാണ്
ഈ പറയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക എന്നത് ദുആ ചെയ്ത് വാങ്ങേണ്ടുന്ന ഒരു കാര്യവും കൂടിയാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ല. ഏറ്റവും വിവരമുള്ള വക്കീലാണ് ഏറ്റവും വലിയ കൊലപാതകിയെ രക്ഷിക്കാറുള്ളത്. ഏറ്റവും നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന, സീനിയോരിറ്റിയുള്ള, എന്നോ ലൈസൻസ് എടുത്ത, ആ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഡ്രൈവർമാരാണ് പലപ്പോഴും ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, ആ ഏറ്റവും നന്നായി അറിയുന്നവർക്കാണ് പഴുതുകൾ അടച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയുക. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് കൃത്യമായി അറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് ശരിയെന്ന്. നാം ഉന്നയിക്കുന്ന വാദങ്ങൾ എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും സന്ദർഭങ്ങൾ അടർത്തിയെടുത്തും ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റായ പാതയിലേക്ക് പണ്ഡിതന്മാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അറിവുണ്ട് എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. ഇൽമുണ്ട് എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. ഏറ്റവും നല്ല ഇൽമുള്ളവർ തെറ്റുന്നു, തെറ്റിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്തു പടച്ചവനോട് വാങ്ങേണ്ട ഒരു കാര്യമാണ് ഈ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കിട്ടേണ്ട തൗഫീഖിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടാകണം, പറയുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എല്ലാ സന്ദർഭങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടാകണം. ദീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനുഗ്രഹമാണെങ്കിൽ അത് നമ്മുടെ പുരോഗതിക്കുള്ളതാണ്. ഈ ദുന്യവിയായ ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലും ദീൻ നമുക്ക് പുരോഗതിയും യശസ്സും മാത്രമേ നൽകുകയുള്ളൂ. ദീൻ അനുസരിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനപരമായ നഷ്ടം നമുക്ക് വരാനില്ല എന്നതാണ്. അപ്പോൾ ഇസ്സത്ത്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇസ്സത്ത് നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും ദീനിയായ ജീവിതത്തെ നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ. വിശ്വാസ രംഗത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലേക്കും അത് പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു. റബ്ബിന്റെ വിധിയ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അത് റബ്ബിന് മാത്രമേ പാടുള്ളൂ. ഉടൻ പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഏതിനോട് ചേർത്താ പറഞ്ഞത്? തൗഹീദിനോട് ചേർത്താ പറഞ്ഞത്. റബ്ബിന്റെ വിധി പ്രഖ്യാപനമാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഉടൻ പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും. അപ്പോൾ തൗഹീദിനോട്, ലാ ഇലാഹ ഇല്ലല്ലയോട് തൊട്ടു ചേർത്തു പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഖുർആനും ഹദീസും ഓതുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, അതിനുള്ള വേദികൾ ഒരുക്കുന്ന ഞാനും നിങ്ങളും മാതാപിതാക്കളുടെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു? ആ മാതാപിതാക്കൾ നമ്മുടെ ആദർശത്തിൽ അല്ലെങ്കിൽ പോലും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്ക്, ആ സത്യദീനിലേക്ക് സ്വഹാബത്ത് വന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളിൽ പലരും മുസ്ലിമീങ്ങളല്ല. അവിടെയാണല്ലോ വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതെ, അള്ളാഹു അല്ലാത്തവരെ ആ ശിർക്കിന്റെ വിഷയത്തിൽ അവർ നിങ്ങളെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഉടൻ പറയുന്നു ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ നല്ല നിലക്ക് അവിടെ പരിചരിക്കണം. അപ്പോൾ അമുസ്ലിമീങ്ങളാണ് മാതാപിതാക്കൾ പോലും, ഉമ്മ തന്നെ, ഉപ്പ തന്നെ, അവർ നമ്മുടെ മതത്തിലല്ലെങ്കിൽ പോലും. അപ്പോൾ മാതാപിതാക്കൾ ആദർശം നോക്കാതെ ആ മാതാപിതാക്കളെ മാതാവായും പിതാവായും കണ്ടുകൊണ്ട് അവരെ പരിചരിക്കുക, അവർക്ക് നന്മ ചെയ്യുക എന്നത് റബ്ബിന്റെ വിധി പ്രഖ്യാപനത്തിൽപ്പെട്ട കാര്യമാകുന്നു. അവിടെ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു? പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂറത്ത് ഇസ്രായിൽ വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും. അവരോട് ലയ്യിനായ ഖൗല് പറയണം, സൗമ്യമായ വാക്ക് പറയണം. സ്വഹാബത്തിനെ വിശദീകരിക്കുന്നു, ക്രൂരനായ ഒരു യജമാനനോട് പാപിയായ ഒരു അടിമ സംസാരിക്കുന്നത് പോലെയാണ് ആര് സംസാരിക്കേണ്ടത്? മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത്. യജമാനനോട് അടിമ എങ്ങനെ സംസാരിക്കും? ആ യജമാനൻ ക്രൂരനാണെങ്കിൽ, ഈ അടിമയുടെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വളരെ വിനയത്തോടുകൂടി ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കൂ എങ്കിൽ അതുപോലെയാണ് മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത്.
ശബ്ദം ഉയർത്തുകയും അവരെ വിഷമിപ്പിക്കുകയും നിങ്ങൾക്ക് വിവരമില്ലെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് അബദ്ധം പറ്റിയിട്ടില്ല, തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക എന്നത് ഖുർആനും ഹദീസും മനസ്സിലാക്കി തരുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശമാകുന്നു. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കൂ. റുകൂയിൽ എന്ത് പ്രാർത്ഥിക്കണം ഖുർആനിലില്ല. സുജൂദിലും ഇടയിലിരുത്തത്തിലും ഇഅ്തിദാലിലും എന്തു പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിലില്ല. അതിന്റെ അർത്ഥം അവിടെ പ്രാർത്ഥിക്കേണ്ടതില്ലെന്നാണോ? ഖുർആനിനോടൊപ്പം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള ഹദീസാകുന്ന വഹിയിൽ കൃത്യമായി അതുണ്ട്. എന്നാൽ ഖുർആനിൽ ഈ സ്ഥലങ്ങളിലുള്ള പ്രാർത്ഥനയില്ല. എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തു പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിലുണ്ട്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചതുപോലെ എന്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണേ എന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ മാതാപിതാക്കൾ എന്റെയും നിങ്ങളുടെയും അസാന്നിധ്യത്തിൽ, നമ്മളില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഞാനാകുന്ന മകനെക്കുറിച്ച്, നമ്മളാകുന്ന മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മനോഗതി? എന്തായിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ്? എന്തായിരിക്കും അവരുടെ പ്രതികരണം? അവനെ പറ്റി ഒന്നും പറയണ്ട, എന്ത് ഉണ്ടായിട്ടും ഇല്ലെങ്കിലും ഒരു ഉപകാരവുമില്ല എന്നൊക്കെയാണോ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാനുള്ളത്? എങ്കിൽ നമ്മൾ പേടിക്കണം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ചിലർക്ക് പണമല്ല ആവശ്യം, വസ്ത്രമല്ല, മരുന്നല്ല ആവശ്യം. അതാവശ്യമുള്ളവർക്ക് അത് കൊടുക്കണം. മറ്റു ചിലയിടങ്ങളിൽ അവരെ പരിഗണിക്കലാകും. അല്പസമയം ഉപ്പയോടൊപ്പം ചെലവഴിക്കാൻ, അവർ അഭിപ്രായങ്ങൾ ശേഖരിക്കുവാൻ. ഇങ്ങനെ പലപ്പോഴും അസുഖങ്ങളായി കഴിഞ്ഞാൽ പന്ത് തട്ടുന്നത് പോലെ, ഉപ്പാക്ക് ഞാനൊരു മോനേ ഉള്ളൂ, വേറെ പെങ്ങന്മാരില്ലേ, 2 ദിവസം വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പന്ത് തട്ടി അവസാനം തൊട്ടടുത്ത അയൽവാസിയെ കൂലിക്ക് വിളിച്ച് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഗതികേട് ഖുർആനിന്റെയും ഹദീസിന്റെയും അനുയായിയുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് പുരോഗതിയുടെ അടയാളമല്ല, അധോഗതിയുടെ അടയാളമാണ്. അങ്ങ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പിഞ്ചു കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കേണ്ട, മുത്തം കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ആ കുട്ടികളെ പിടിച്ച് ആയയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മുത്തം കൊടുക്കുന്നത് ആയ, ഭക്ഷണം കൊടുക്കുന്നത് ആയ, പാല് കൊടുക്കുന്നത് ആയ. അവർ വളർന്നു വലുതായി. ഇവർ മാതാപിതാക്കൾ പെൻഷൻ പറ്റി പ്രായമായി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഡാഡിയും മമ്മിയുമാണ്, ഓക്കെ, നിങ്ങൾ ഞങ്ങളെ പരിചരിക്കണം, തീർച്ചയായും വരുവീൻ എന്ന് പറഞ്ഞ് ഈ ഡാഡിയെയും മമ്മിയെയും കൊണ്ട് വൃദ്ധസദനത്തിലാക്കി. മാസാമാസം 500 ഞങ്ങളും കൊടുത്തോളാം. ഈ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ വൃദ്ധസദനം. ചെറുപ്പത്തിൽ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ, മുലപ്പാല് കൊടുക്കാതെ വളർത്തിയതിന്റെ തിരിച്ചടി ആ പ്രായമായപ്പോൾ അവരെയും കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി. ഈ ഒരവസ്ഥ, വൃദ്ധസദനത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരവസ്ഥ ഒരു മുസ്ലിം കുടുംബത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അവരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സ്നേഹബന്ധങ്ങൾ അത് നിലനിർത്തുക എന്നുള്ളതാകുന്നു. ആ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാകുന്നു. ജീവിച്ചിരിക്കുന്നവർക്കാകട്ടെ നമ്മുടെ കയ്യിൽ മുത്ത് കിട്ടിയതുപോലെ, നിധികളെ കിട്ടിയതുപോലെ നമ്മൾ അവരെ പരിചരിക്കണം. മാതാപിതാക്കളിൽ ഒരാളോ 2 പേരോ പരിചരണം ആവശ്യമുള്ള രൂപത്തിൽ ജീവിച്ചിരുന്നിട്ടും ഒരാൾക്ക് സ്വർഗം കിട്ടുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തു നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാളോ 2 പേരോ പരിചരണം ആവശ്യമുള്ള രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ലീവ് എടുക്കാൻ പിന്നീട് കാരണം വേണ്ട, ഗൾഫിൽ നിന്ന് തിരിച്ചു പോരാൻ വേണ്ട കാരണം വേണ്ട. കാരണം അത് ഒരു വല്ലാത്ത ചാൻസ് ആകുന്നു. ആ നിലക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കാർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനും ജീവിതത്തിൽ ആ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ പിഞ്ചുമക്കൾ, മുതിർന്ന മക്കൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യം. അതെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ബാക്കിയാകുമെന്ന്
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒരു ഹദീസിൽ മൂന്നാമതായി പറയുന്നത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ അവരാണ്. അപ്പോൾ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? അത് വിവാഹത്തിനു മുമ്പ് തന്നെ മക്കളോടുള്ള ബാധ്യത ആരംഭിക്കുന്നു. അതെങ്ങനെ? കല്യാണത്തിന് മുമ്പ് മക്കളോടുള്ള ബാധ്യത ഉണ്ടാവുന്നത്? മക്കൾ ഉണ്ടായിട്ട് വേണ്ടേ ബാധ്യത? അല്ല, വിവാഹത്തിന് മുമ്പേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, ഒരു കുട്ടിയെ തരണേ. ഒരു കുട്ടിയെ തരണേന്ന് അമ്പിയാക്കന്മാരും ദുആ ചെയ്തിട്ടില്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ദുർരിയത്തൻ ത്വയ്യിബ, ഒരു നല്ല കുട്ടിയെ തരണേ. ആരും കുട്ടിയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യരുത്, നല്ല കുട്ടിയെ കിട്ടാനാ ദുആ ചെയ്യേണ്ടത്. അപ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കും മുമ്പേയുള്ള പ്രാർത്ഥന, വിവാഹിതരായാലുള്ള പ്രാർത്ഥന, നല്ല കുട്ടിയെ കിട്ടാനുള്ള പ്രാർത്ഥന, അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആ നല്ല കുട്ടിയെ കിട്ടണമെങ്കിൽ ഒരു നല്ല കുട്ടിക്ക് ജന്മം നൽകാനുള്ള ഒരു നല്ല മാതാവ്, ദീൻ പരിഗണിച്ചുകൊണ്ടുള്ള വിവാഹം, വിവാഹത്തിൽ ദീനിനെ പരിഗണിക്കുക. ഫൾഫർ ബിദാത്തി ദീൻ, നീ ദീനിന് പ്രാധാന്യം നൽകുക എന്ന ആ ദീനിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ദീനിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നില എന്താ ബാങ്ക് കൊടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാനാ. നമ്മൾ കൃത്യമായി ബാങ്ക് കേൾക്കുകയും നമുക്ക് എല്ലാവർക്കും ഉത്തരം ചെയ്യാൻ പറ്റുകയും ചെയ്യാം. നമുക്ക് നിർത്തി വെക്കാം. ഇവിടുന്നോ ബാങ്ക് കൊടുക്കുകയെങ്കിൽ നമ്മൾ ഇത് നമ്മൾക്ക് ഓർത്താൻ പറയും. ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുകയും ചെയ്യും, ഞാനും അവിടെ നിന്ന് ഓർത്താൻ പറയും. അതിലൊന്നും അർത്ഥമല്ല. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നേരെ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അപ്പോൾ ദീനിന് നീ ദീനിന് മുൻഗണന നൽകുക. അപ്പോൾ ഒരു നല്ല കുട്ടിക്ക് ജന്മം നൽകി ആ കുട്ടിയോട് നമസ്കരിക്കാൻ പറയുന്ന, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഖുർആൻ ഓതാൻ പറയുന്ന ഒരു ഉപ്പ വേണം, ഒരു ഉമ്മ വേണം. അപ്പോൾ വിവാഹത്തിന് മുമ്പേ മക്കളോടുള്ള ബാധ്യത ആരംഭിക്കുന്നു ആ അർത്ഥത്തിൽ. അപ്പോൾ നല്ല കുട്ടികളെ കിട്ടണം. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ പ്രാർത്ഥന ആരംഭിക്കുന്നു. എന്നിട്ട് അവരോട് യാ ബുനയ്യ അഖിമിസ്സലാഹ്, മോനെ, പൊന്നുമകനെ, നീ നമസ്കാരം നിലനിർത്തണം. മകനോട് പറയേണ്ടത് അവന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന രൂപത്തിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ വഷളാക്കുന്ന തരത്തിലല്ല. നമ്മുടെ മക്കളുടെ അഭിമാനം നമ്മുടെ കൂടി അഭിമാനമാണല്ലോ. ആ നിലക്ക് നല്ല പൊന്നുമകനെ, യാ ബുനയ്യ യാ അബത്തി, അറബിയിലെ വല്ലാത്തൊരു പ്രയോഗമാണത്. പൊന്നുമകനെ, പൊന്നുമകളെ, മകനേ എന്ന വിളി കേൾക്കാൻ, മോനെ എന്ന വിളി കേൾക്കാൻ, മോളെ എന്ന വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എത്രയോ മക്കളുണ്ട്. പേരല്ല നമ്മൾ വിളിക്കാൻ, അപ്പുറത്ത് മകനെ എന്ന വിളി, അതിൽ സ്നേഹമുണ്ട്. മകളെ എന്ന വിളി, അതിൽ വല്ലാത്തൊരു കാരുണ്യമുണ്ട്. അങ്ങനെ മോനെ, മോളെ എന്ന് വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനസ്തുതിയോടുകൂടി ആ നിലക്ക് അവരെ ഉപദേശിക്കുവാൻ, അങ്ങനെ നല്ല മക്കളെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സാഹചര്യം ഖുർആനും ഹദീസും പഠിക്കുന്ന ഓരോ വ്യക്തിയിലും ഉണ്ടായിത്തീരേണ്ട ഗുണമാണത്. നമുക്ക് നല്ല ഒരു പിൻതലമുറ. അതിനെന്ത് വേണം? നമ്മുടെ വീട് നന്നാകണം. വീടിന് ഇസ്ലാമിൽ ബിൽഡിംഗ് എന്നല്ല പറയുന്നത്, മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രം, അതാണ് വീടിന് പറയുന്നത്. അഥവാ ഇരുമ്പും കാന്തവും പോലെയാകണം വീടും വീട്ടിലെ അംഗങ്ങളും. വീട്ടിലെ അംഗങ്ങൾക്ക് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, കാരണം അവിടെ സമാധാനമുണ്ട്. എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, എൻ്റെ മക്കളുണ്ട്. എനിക്ക് എന്ത് പ്രശ്നം അങ്ങാടിയിലുണ്ടെങ്കിലും ക്യാമ്പസിലുണ്ടെങ്കിലും ഏത് രംഗത്തുണ്ടെങ്കിലും വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് ശാന്തി കിട്ടും, സമാധാനം കിട്ടും എന്ന ഒരു മനസ്ഥിതി ഒരു വ്യക്തിയിൽ രൂപപ്പെടണമെങ്കിൽ അത് ഇസ്ലാമിക വീടായിരിക്കണം, ഇസ്ലാമുള്ള വീടായിരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അങ്ങനെയായിരുന്നു. ബിസ്മില്ലാഹ് എന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ പറയണമെന്ന ഹദീസ് അറിയാത്തവരാരാ ഉള്ളത്? പക്ഷേ ആ ഒരൊറ്റ ദിക്ർ, അല്ലാഹുവിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ മറക്കുന്നവരാണ് പലരും. അല്ല, ഓർക്കണം, വീടില്ലാത്തവരുണ്ടിവിടെ. ക്വാർട്ടേഴ്സിലേക്ക് കയറുമ്പോൾ അതിന് വാടക കൊടുക്കാൻ കഴിയാത്തവരുണ്ടിവിടെ. അങ്ങനെ എത്രയോ മനുഷ്യ മക്കളുണ്ട് ഇവിടെ. അവിടുന്ന് വ്യത്യസ്തമായി താമസിക്കാനൊന്ന് തലചായ്ക്കാൻ എനിക്കൊരിടം തന്നല്ലോ റബ്ബ്. ആ അനുഗ്രഹം റബ്ബാ നൽകിയത്. അതുകൊണ്ട് റബ്ബിന്റെ പേരിൽ ഇതാ ഞാൻ പ്രവേശിക്കുന്നു. വീട്ടുകാരോട് സലാം പറയുന്നതോടൊപ്പം തന്നെ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറാനും, വീട്ടിൽ നിന്ന് ആദ്യ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ബിസ്മില്ലാ എന്നുകൂടി പറഞ്ഞാൽ ഇബ്ലീസ് നിരാശനാകും. നമുക്കിവിടെ പാർപ്പിടവുമില്ല, ഭക്ഷണവുമില്ല എന്ന്
ആ പടച്ചവന്റെ പടപ്പ് പറയുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ വീട് ഇസ്ലാമികമാകണം. അവിടെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോകൾ തൂങ്ങിക്കിടക്കരുത്. നമ്മുടെ വല്യുമ്മയുടെ വല്യാപ്പയുടെ കാരണവരെ നമ്മൾ ഓർക്കേണ്ടത് അവരുടെ ഫോട്ടോ വെച്ചിട്ടല്ല. മലക്കുകൾ ഇറങ്ങുകയില്ല. അങ്ങനെ ഫോട്ടോ വെച്ചാണ് ഓർക്കേണ്ടതെങ്കിൽ ആദ്യ ഫോട്ടോ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാകേണ്ടിയിരുന്നു. കാരണം ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, വല്യുമ്മയേക്കാൾ, കാരണവരെക്കാൾ നാം സ്നേഹിക്കേണ്ടത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അവിടുത്തെ ഫോട്ടോ വെക്കുന്നത് പോയിട്ട് ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ റസൂലുള്ളാഹിയുടെ ഫോട്ടോ വന്നു എന്നറിഞ്ഞാൽ ഉടൻ ഇവിടെ പ്രകടനങ്ങൾ നടക്കും. മുസ്ലിങ്ങൾ ഒന്നാകെ രംഗത്തിറങ്ങും. ആ പ്രസിദ്ധീകരണം രംഗത്തിറക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള പാഠം എന്താണ്? ഒരാളെ സ്നേഹിക്കേണ്ടത് ഫോട്ടോ വെച്ചിട്ടല്ല, ഒരാളെ ഓർക്കേണ്ടത് ഫോട്ടോ വെച്ചിട്ടല്ല. പടപ്പുകളിൽ ഏറ്റവും കൂടുതൽ നാം പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനായത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ്. ആ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എല്ലാ നമസ്കാരങ്ങളിലും പോലും റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വല്യാപ്പയെ സ്നേഹിക്കേണ്ടത് വല്യാപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അല്ലാതെ ഫോട്ടോ വെച്ചിട്ടല്ല. അപ്പൊ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോകൾ നമ്മുടെ വീട്ടിലില്ലാതിരിക്കുകയും നമ്മുടെ വീടുകൾ മിനി തിയേറ്ററുകൾ ആകാതിരിക്കുക. +2 പഠിക്കുന്ന, SSLC പഠിക്കുന്ന മോനും മോളും ആ പ്രേമത്തിന്റെ വൃത്തികെട്ട രംഗങ്ങൾ കണ്ട് വളരുന്നു. ആ കാഴ്ച കാണുന്ന മകനും മകളും അതുപോയി കോളേജിൽ പോയി പ്രാവർത്തികമാക്കിയാൽ അവൻ ഇഷ്ടപ്പെട്ട താരം കള്ളു കുടിക്കുന്നു നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച്. ലോകത്തുള്ള സർവ്വ വേസ്റ്റും, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് പുറത്തു പോകാൻ കുഴലുകളുണ്ട്. ആ വേസ്റ്റിന്റെ പൈപ്പിലൂടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് പുറത്തു പോകും. ലോകത്തുള്ള സർവ്വ വേസ്റ്റും നമ്മുടെ വീട്ടിലെത്തിക്കുവാനുള്ള പൈപ്പിന്റെ പേരാണ് കേബിൾ. നമ്മൾ പണം കൊടുത്തു വാങ്ങുന്നു. ജപ്പാനിലെ വേസ്റ്റ്, അമേരിക്കയിലെ വേസ്റ്റ്, ന്യൂഡൽഹിയിലെ വേസ്റ്റ്, കംപ്ലീറ്റ് വേസ്റ്റ് വരട്ടെ എന്റെ റൂമിൽ, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്നു. അത് നമ്മുടെ മക്കൾ കാണുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ സംസ്കാരം തീരുമാനിക്കുന്നത് നമ്മളല്ല. സംസാരിക്കാൻ പോലും സമയമില്ല. ഉമ്മ ഒന്നാമത്തെ സഫിലുണ്ട്, മോളുമുണ്ട്, ഉപ്പ വന്നു അവിടെ തന്നെ ഇരുന്നു, നിസ്കാരം പോലും പലപ്പോഴും മറന്നു പോകുന്നു. ഇങ്ങനെ മിനി തിയേറ്ററുകളായി വീടുകൾ മാറുമ്പോൾ ആ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? ആരാണിത് ശ്രദ്ധിക്കേണ്ടത്? ഇത് ശ്രദ്ധിക്കേണ്ടത് ആരാ? വീട്ടിന്റെ നാഥന് നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. അവരുടെ ഭരണീയരെ കുറിച്ചുള്ള ചോദ്യം. നമ്മൾ പണം കൊടുത്ത്, ഫീസ് കൊടുത്ത്, നമ്മൾ കൊടുത്ത കേബിളിലൂടെയാണ് നമ്മുടെ മകനും മകളും വൃത്തികേടിലേക്ക് പോയതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പരലോകത്ത് ആരേറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് TV വലിച്ചെറിയണ്ട, മൊബൈലും ഇന്റർനെറ്റും വലിച്ചെറിയേണ്ടതില്ല. അതെല്ലാം പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ പരിപാടികൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ലേ, പിന്നീട് CD ആയി ഇറങ്ങും. ഇന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട്, ഗൾഫിലുണ്ട്. അത്തരം CD-കൾ കാണാൻ ആ TV നമുക്ക് ഉപയോഗിക്കാമല്ലോ. നമ്മുടെ മൊബൈലുകൾ അൽ-ഇസ്ലാഹ് റേഡിയോക്ക് ഉപയോഗിക്കാമല്ലോ. നമ്മുടെ ഇന്റർനെറ്റിന്റെ കണക്ഷനിൽ നിന്ന് ഒരു സ്പീക്കർ എടുത്ത് അടുക്കളയിലേക്ക് വെച്ചു കൊടുത്താൽ 24 മണിക്കൂറും അടുക്കളയിൽ ഉപ്പേരി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യക്ക് അവൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഹുസൈൻ സലഫിയുടെ ഹുത്തുബ ഷാർജയിലേത് ലൈവായിട്ട് കേൾക്കാം, കേരളത്തിലെ മറ്റൊരു ഹുത്തുബ കേൾക്കാം. ഇങ്ങനെ 24 hours ദീന് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ മീഡിയകൾ ഒഴിവാക്കേണ്ടതില്ല. ആ മീഡിയകളുടെ ദോഷത്തെ ഒഴിവാക്കി അങ്ങനെ നമ്മുടെ വീടിനെ ഇസ്ലാമീകരിക്കുവാൻ, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി തീർക്കാൻ ആര് പരിശ്രമിക്കും? നമ്മളല്ലാതെ ആര് പരിശ്രമിക്കും? അതുകൊണ്ട് വീട്ടിലെ ദീൻ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കേട്ടിട്ടുണ്ട്, മദ്രസയില്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പയാണ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചത്, എൻ്റെ ഉമ്മയാണ് എനിക്ക് അഖ്ലാഖ് പഠിപ്പിച്ചതെന്ന് പറയുന്ന മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്കുണ്ടെങ്കിൽ ആ അഖ്ലാഖും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും അഖീദയും ഒക്കെ നമ്മുടെ വീടാകുന്ന സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുവാനുള്ള തടസ്സങ്ങളെ, വീട്ടിലെ അനിസ്ലാമികമായ അവസ്ഥകളെ നാം തീർച്ചയായും ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് അവരുടെ ജീവിതത്തിലെ സൗഖ്യത്തിന് മാത്രമല്ല, അത് കണ്ടു വളരുന്ന ഒരു ഉമ്മ എങ്ങനെയാകണം, ഒരു ഉപ്പ എങ്ങനെയാകണമെന്ന് പറയാതെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ലാത്തൊരു ജീവിതമാണ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ഭർത്താവ്. അവിടുത്തെ ഭാര്യമാർക്ക് നല്ലതേ അവിടുത്തെ കുറിച്ച് പറയാനുള്ളൂ. റസൂലുള്ളാഹി ഞങ്ങളോടൊപ്പം ആകുമ്പോൾ ഞങ്ങളിൽ മുഴുകും, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ മുഴുകും, ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകും. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം അടുക്കള ജോലികളിൽ സഹായിച്ചു. അവർ ഒരേ പാത്രത്തിൽ വെള്ളമെടുത്ത് ഒന്നിച്ചു കുളിച്ചു. ഇത് എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചല്ലല്ലോ. അപ്പോൾ ആ ഭാര്യ ഭർത്തൃബന്ധം
ഈ ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ തന്റെ ഭാര്യയുടെ ഉമിനീർ റസൂലുള്ളാഹിയുടെ ഉമിനീരുമായി യോജിച്ച് ചുംബനം കൊടുത്താണ് ഈ ലോകത്തോട് യാത്രയാവുന്നത്. ആ അഭേദ്യമായ ബന്ധം, ആ സ്നേഹബന്ധം, നീ മരിച്ചാൽ ഞാൻ മരിച്ചാൽ നീ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് പറയുന്ന ആ അടിസ്ഥാനപരമായ സ്നേഹം, ഒരു ഭാര്യയെ ഒരു ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു. എന്താ അവർ ചെയ്തത്? റസൂലുള്ള പറഞ്ഞത്, സുബഹിക്ക് മുമ്പ് തന്നെ ഭർത്താവിന്റെ മുഖത്ത്, ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. ഞാൻ നിസ്കരിക്കുന്ന പോലെ തഹജ്ജുദ് എന്റെ ഭർത്താവും നിസ്കരിക്കണം, കാരണം ഞങ്ങൾക്ക് ഒന്നിച്ച് സ്വർഗത്ത് പോകണം. ഞാൻ നമസ്കരിക്കും, എന്റെ ഭാര്യയും എഴുന്നേൽക്കണം. സുബഹിയല്ല, സുബഹിക്ക് മുമ്പുള്ള നമസ്കാരം. ആ തരത്തിൽ ഭാര്യാഭർത്തൃ ജീവിതം ദീനീ ജീവിതത്തിൽ നമുക്ക് പുരോഗതിക്ക് കാരണമാകണം, കൂടുതൽ നന്മകളിലേക്ക് എത്താൻ കാരണമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വീടും വീടിന്റെ അന്തരീക്ഷവും ഇസ്ലാമികമാക്കി തീർക്കണമെന്ന ശക്തമായ ആഗ്രഹവും പ്രാർത്ഥനയും അതിന് പ്രാവർത്തികമായ സ്റ്റെപ്പുകളും നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. വ്യക്തിപരമായി നമ്മുടെ ഓരോ കുടുംബാംഗവും നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ മയ്യത്ത് ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ, ഉപ്പയുടെ, ഉമ്മയുടെ, മകന്റെ, മകളുടെ, ഭാര്യയുടെ മയ്യത്ത് ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ ആർക്കാ വിഷമല്ലാതിരിക്കുക? തീർച്ചയായിട്ടും വിഷമുണ്ടാവും, സങ്കടം ഉണ്ടാവും, കരച്ചിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മാറത്തടിക്കലും അട്ടഹാസവും ഒന്നും പാടില്ല, നമുക്കറിയാം. അങ്ങനെ ആ കരയുമ്പോഴും വിഷമിക്കുമ്പോഴും നമ്മുടെ മകന്റെ, ഉപ്പയുടെ, ജ്യേഷ്ഠന്റെ, പെങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സമാധാനിക്കാൻ കഴിയണം. ജ്യേഷ്ഠൻ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഉപ്പ മരിച്ചു പോയെങ്കിലും ഇൻഷാ അല്ലാഹ് പടച്ചോൻ അനുഗ്രഹിച്ചാൽ ഖബറിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. സുബഹിക്ക് ജമാഅത്തിന് പോകുന്ന ഉപ്പയായിരുന്നു, ഞങ്ങളെ ദീനീ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനായിരുന്നു. ഈ ഭർത്താവാണ് ഞങ്ങളെ ദീനിന്റെ മാർഗത്തിൽ എത്തിച്ചത്, ഈ ഭാര്യയാണ് എന്റെ കുട്ടികൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് മയ്യത്ത് ഇറക്കിക്കൊണ്ടു പോകുമ്പോഴും ഒരു സമാധാനത്തിന്റെ മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ ദീനിയായ കാര്യങ്ങളുടെ വളർച്ച ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. വ്യക്തിപരമായി പറഞ്ഞാൽ, ഉദാഹരണത്തിന് കടം എന്ന് പറയുന്ന മഹത്തായ ഒരു പരീക്ഷണം വലിയ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതാണ്. പലരും കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ ഭാര്യയുമായി ചർച്ച ചെയ്യുന്നില്ല. ശരിയല്ല അത്. നമ്മുടെ കടത്തെക്കുറിച്ച് ഭാര്യ അറിയണം, മക്കൾ അറിയണം. അപ്പോൾ അവരിങ്ങോട്ട് പറയും, ഏതായാലും ചെറിയ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് എടുത്തല്ലേ, വലിയ പെരുന്നാളിന് വേണ്ട. കാരണം മകൻ അറിയാം, ഭാര്യക്കറിയാം ഭർത്താവിന്റെ കടം ഇത്ര ലക്ഷമാണ്, ആ ലക്ഷത്തിലേക്ക് ഇത്ര ആയിരവും കൂടി കൂടരുത്. എപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ എല്ലാവരും അറിഞ്ഞാലേ എല്ലാവരും പ്രാർത്ഥന വരുള്ളൂ, അറിഞ്ഞാലല്ലേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കടത്തോടുകൂടി മരിക്കരുത് എന്ന ആഗ്രഹം ഉണ്ടാകണം. അല്പം കടത്തോടുകൂടി ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ മറ്റൊരു സ്വഹാബി ആ കടം ഏറ്റെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിച്ചു. പിന്നീട് ഈ സഹാബിയെ കാണുമ്പോഴൊക്കെ പറയും, ആ കടം. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം ഈ കടം വീടാത്ത അവസ്ഥയിലാണ് തന്റെ അനുചരൻ ഖബറിലുള്ളതെങ്കിൽ ആ അനുചരൻ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അറിയാം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തെക്കുറിച്ചാണ്. സൂറത്തുൽ ബഖറയിൽ ആയത്തുദ്ദൈൻ. അതുകൊണ്ട് കടമാകുന്ന ആ പരീക്ഷണത്തെ നമ്മൾ വല്ലാതെ പേടിക്കുകയും അതിന് രക്ഷപ്പെടാൻ വേണ്ടി സർവ്വ വഴികളും നമ്മൾ അന്വേഷിക്കുകയും വേണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പലിശയാകുന്ന മറ്റൊരു വലിയ തിന്മ കടന്നു വരാൻ പാടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കുക, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുക. അതാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനത്തിന്റെ ഗൗരവം. എങ്കിൽ പലിശയുടെ പൊടി പുലരാത്തവർ അവസാന കാലത്ത് കുറവായിരിക്കുമെന്ന് പറയുമ്പോൾ ആ കുറച്ചാളുകൾ പലിശയുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനാണ് നാം ശ്രമിക്കേണ്ടത്. വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വീടിന്റെ തറയുടെ വലിപ്പവും ആ റൂമിന്റെ വലിപ്പവും സ്ക്വയർ ഫീറ്റും തീരുമാനിക്കേണ്ടത് പ്ലാൻ വരക്കുന്ന ആളല്ല, നമ്മളാ തീരുമാനിക്കേണ്ടത്. അതെ, പലിശയില്ലാതെ നമുക്കൊരു വീടുണ്ടാക്കാൻ, പലിശ ടച്ച് ചെയ്യാതെ വീടുണ്ടാക്കാൻ, വീടിന്റെ പണി പൂർത്തിയാക്കാൻ 3 കൊല്ലം എടുക്കുവോ? 3 കൊല്ലം തേക്കാത്ത വീട്ടിൽ നമുക്ക് താമസിക്കാം. അതാണ് ബറക്കത്ത്. അതുകൊണ്ട് പലിശ തോന്നുന്നതിന് എന്ത് തൊട്ടാലും നേരെ ബാങ്കിൽ, എടുക്ക് ചെയിൻ, എടുക്ക് വള, നേരെ ബാങ്കിൽ. ബാങ്ക് മാനേജർ ഒരേ ഒരു സമയത്ത് മാത്രമേ ചിരിക്കുകയുള്ളൂ. ആദ്യമായി നമ്മൾ ചെല്ലുമ്പോൾ ഇരിക്കിൻ, ചായ വരട്ടെ, ചിരിച്ച് കൈതരും. പിന്നെ കാണുമ്പോൾ 2 അടവ് തെറ്റിച്ചവൻ, 3 അടവ് തെറ്റിച്ചവൻ, പിന്നെ അയാൾ ചിരിക്കാറില്ല, ഒരൊറ്റ പ്രാവശ്യം ചിരിക്കാറുള്ളൂ. എന്നിട്ട് ഇയാളുടെ മുഴുവൻ അധ്വാനവും ബാങ്കിൽ കൊണ്ടുപോയി അടക്കുക. അതുകൊണ്ട് വായ്പാ സമ്പ്രദായം
വായ്പ വാങ്ങിയാൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ, പാവങ്ങളെ സഹായിക്കുന്ന അവസ്ഥ, സകാത്ത് സെല്ലുകൾ ഫലപ്രദമാകുന്ന അവസ്ഥ, ഇതൊക്കെ സമൂഹത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരകമാവാത്ത തരത്തിൽ സമൂഹത്തിന് ഗുണപ്രദമായി മഹല്ലുകളിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. അപ്പോൾ പലിശയുമായുള്ള ബന്ധത്തെ ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വിവാഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കമായ വിവാഹം പോലെയുള്ള സംഗതികൾ വരുമ്പോൾ അവിടെ ദീനൊക്കെ മറന്നു പോവുക. വിവാഹം വന്നാൽ പിന്നെ ചില കല്യാണ വീട്ടിൽ പോയാൽ തോന്നും, അല്ല ഈ കല്യാണത്തിന് ളുഹറില്ലേ, കല്യാണ ദിവസം ളുഹർ നിസ്കരിക്കണ്ടെന്ന് വല്ല ഹദീസും ഉണ്ടോ എന്ന് തോന്നിപ്പോകും. ചില മുസ്ലിം വിവാഹ വീടുകളിൽ ചെന്നാൽ അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ളുഹർ നിസ്കരിക്കും, ഓളൊരു നിസ്കാരം മൗലവിച്ച് വന്നു, അല്ല നിസ്കരിക്കണ്ടെന്നല്ല, എന്ന് പറഞ്ഞാൽ എന്താ, ആ നമസ്കാരങ്ങൾ പോലും ഒറ്റപ്പെട്ടു പോകുന്നു പലയിടത്തും. പടച്ചോനൊരു അനുഗ്രഹം തന്നിട്ടെന്ന് നിസ്കരിക്കാതിരിക്കല. വിവാഹം പോലെയുള്ള സംഗതികൾ വരുമ്പോൾ മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. അതുകൊണ്ട് ആർഭാടം ദൂർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നാം അത് ശ്രദ്ധിക്കണം. വിവാഹം എന്നത് അതിന്റെ നേതൃത്വം പുരുഷനാണ്. ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അവൾക്ക് മഹർ കൊടുക്കണം, അവരുടെ വസ്ത്രമെടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം, അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം നൽകിയിട്ടുണ്ട്. കാരണങ്ങളിൽ ഒന്ന് പിന്നീട് പറയുന്നത് അവർ അവരുടെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നു. അപ്പൊ എന്താ തറവാടിത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഞങ്ങളെ തറവാട്ടില് ആൺകുട്ടികൾ ഓരോ പണം കൊണ്ടാ കല്യാണം കഴിക്കല്, മഹറ കോല വാങ്ങിക്കൊടുക്കുക എന്ന് പറയലാണ് തറവാടിത്തം. അല്ലാതെ പിന്നെ അമ്മോഷൻ സ്പോൺസേർഡ് വ്യക്തി, അമ്മോഷൻ സ്പോൺസർ ചെയ്യ ഒരാളെ, ഓന്റെ കല്യാണത്തിന് അന്നുള്ള ഡ്രസ്സും ഓന്റെ ചെരുപ്പും ഓന്റെ കൂട്ടുകാരെ കൊണ്ടുവരാനുള്ള വാടകയും ഒക്കെ അമ്മോശങ്കാക്ക് കൊടുക്കുക. ഇവരിങ്ങനെ ഇരുന്ന് കൊടുക്കുക. നട്ടല് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ആണത്തെന്ന് പറഞ്ഞാൽ എന്താ, പെണ്ണിന്റെ ഊരമല് ജീവിക്കുക. ഈ വൃത്തികേടിനെതിരെ ശബ്ദിച്ചവരാണ് മുജാഹിദുകൾ, മാതൃക കാണിച്ചവരാണ് മുജാഹിദുകൾ. പക്ഷേ വളരെ ശരിയാണ്. പക്ഷെ എൻ്റെ മോന്റെ കാര്യത്തിൽ നിങ്ങൾ പറയണ്ട, ഞങ്ങളെ കല്യാണം കൊണ്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ബഹുവാക്കി പറയാം. ഈ തരത്തിൽ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ ദീൻ കർക്കശമായ അത്തരം രംഗങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മറ്റുള്ളവരുമായുള്ള ബന്ധം, അയൽവാസികൾ ഏത് മതക്കാരാണെങ്കിലും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട്, നമ്മുടെ വേസ്റ്റ് വെള്ളം കൊണ്ട്, നമ്മളുടെ ചപ്പു ചവറുകൾ കൊണ്ട്, നമ്മുടെ ശബ്ദമുഖരിമായ അന്തരീക്ഷം കൊണ്ട് ഒരയൽവാസിയും ഈ മനുഷ്യന്മാരെ വീടിന്റെ അടുത്തായി പോയല്ലോ പടച്ചോനെ, ഞങ്ങൾ വീടുണ്ടാക്കിയത് എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാമിന് തകരാറുണ്ട്. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളുമായുള്ള ബാധ്യത പറഞ്ഞെടുത്ത് സ്വഹാബത്ത് പറഞ്ഞുപോയി, ഞങ്ങൾ സ്വത്ത് ഓഹരി വെക്കുമ്പോ അല്പം അയൽവാസികൾക്ക് കൊടുക്കണമെന്ന് പേടിച്ചു പോയിന്ന്. അത്രമാത്രം വലിയ ബന്ധമാണ് അയൽവാസികളുമായി നമുക്കുണ്ടാകേണ്ടത്. അവിടെ മതമോ ജാതിയോ നോക്കാതെയുള്ള അയൽപക്ക ബന്ധം, അതിൽ നമുക്കൊരു തകരാറും വരാൻ പാടില്ല. അതേപോലെ തന്നെ കുടുംബ ബന്ധം, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞോട് വല്ലർഹാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ലാ യദ്ഖുലുൽ ജന്ന ഖാതി റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതെ, നമ്മുടെ പല ബന്ധക്കാരെടുത്തും നമ്മൾ പോകുന്നില്ല. എന്താ കാര്യം? പണല്ല. ഒന്നും പോയാൽ കൊടുക്കേണ്ടി വരും പാവങ്ങളാണെങ്കിൽ. ഒന്ന്. രണ്ട്, സമയമില്ല. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങളിലും ബറക്കത്ത് കിട്ടും. ദീർഘായുസ് കിട്ടാൻ, റിസ്ഖിൽ ബറക്കത്ത് കിട്ടാൻ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തോളൂ. റസൂൽ നേരെ തിരിച്ചാ പഠിപ്പിച്ചത്. കുടുംബക്കാരുടെ അടുത്ത് പോയാൽ, അവരെ സഹായിച്ചാൽ നമുക്ക് ദീർഘായുസ്, സമയത്തിൽ വർധനവ് പടച്ചോൻ തരും. അതേപോലെ നമ്മുടെ റിസ്ഖിൽ വർധനവ് തരും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ അവിടെ നമ്മൾ വളരെ സൂക്ഷിക്കണം. കുടുംബക്കാർക്ക് ദാനം ചെയ്ത രണ്ട് കൂലി, ഒന്ന് കുടുംബ ബന്ധം പുലർത്തിയ കൂലി, മറ്റൊന്ന് ദാനം ചെയ്ത കൂലി. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വ്യക്തിപരമായ നമ്മുടെ ഇബാദത്തുകൾ, നമസ്കാരം തുടങ്ങിയുള്ള ഇബാദത്തുകൾ, അതിലെ സൂക്ഷ്മത വളരെ പ്രധാനമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മളോടൊപ്പം വർഷങ്ങൾക്ക് പഠിച്ച ഒരാൾ ഇതാ നമ്മുടെ വീട്ടിൽ വരുന്നു. നമ്മളെല്ലാം മറന്നുപോകും. സംസാരിച്ച് എത്ര സംസാരിച്ചാലും മതിയാവില്ല. കുറേ കാലത്തിനടുക്ക് കിട്ടിയതാ അല്ലേ, നമുക്ക് പറഞ്ഞാൽ തീരില്ല. വല്ലാത്തൊരു സ്നേഹവും കാരുണ്യമായിരിക്കും. എങ്കിൽ അവരെക്കാളൊക്കെ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല
ആ റബ്ബിനോടുള്ള മുനാജാത്തിന്റെ സന്ദർഭമാണ് നമസ്കാരം. ആ നമസ്കാരം അത് നിലനിർത്തുവാനും അതിൽ സൂക്ഷ്മത കാണിക്കുവാനും ഭയഭക്തിയുള്ളവരാകുവാനും ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വിജയിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്താ ഒരു ക്വാളിഫിക്കേഷൻ? എന്താ? നമസ്കാരത്തിൽ അവർ ഖാശിഈങ്ങളാകുന്നു, ഖുശൂ ഉള്ളവരാകുന്നു. അപ്പോൾ നമസ്കാരം അല്പം സമയമെടുത്ത് നമ്മൾ ചെല്ലുന്ന ആ ദിക്റുകളുടെ ദുആകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി റബ്ബിനെ സമർപ്പിക്കുന്ന നല്ല ആബിദീങ്ങളായി മാറുവാനുള്ള ശ്രദ്ധയുണ്ടാകണം. അല്ലാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടാൻ ആവശ്യമായ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ദുആകൾ. ഇന്ന് രാവിലെ 20ഓളം ദിക്റുകൾ നമുക്ക് ചെല്ലാനുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഈ സമയം മുതൽ നമുക്ക് 20ഓളം ദിക്റുകൾ വേറെ ചെല്ലാനുണ്ട്. ആയത്തുൽ കുർസി കാണാതെ അറിയാത്ത ആരാ ഉള്ളത്? വൈകുന്നേരം 1, രാവിലെ 1. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് കാണാതെ അറിയില്ലേ? 3 പ്രാവശ്യം വൈകുന്നേരം, 3 പ്രാവശ്യം രാവിലെ. ഇങ്ങനെ നമുക്കറിയാവുന്ന ഒട്ടേറെ ദിക്റുകൾ, ആ ദിക്റുകൾ നമ്മൾ ചൊല്ലണം. ബസ്സിലിരുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചെല്ലാവുന്നതേ ഉള്ളൂ, ക്യാമ്പിന് വരുമ്പോൾ ചെല്ലാവുന്നതേ ഉള്ളൂ, പത്രം എടുക്കാൻ പോകുമ്പോൾ ചെല്ലാവുന്നതേ ഉള്ളൂ, ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ചെല്ലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെല്ലാൻ കഴിയാത്ത ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടില്ല. അതുകൊണ്ട് ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഖുർആനും ഹദീസും പഠിക്കുന്ന നമ്മൾ ആ ഖുർആനും ഹദീസും പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. കാരണമെന്ത്? ഈ പ്രമാണങ്ങൾ നമ്മളെ ഏൽപ്പിച്ചത് വിജയിക്കുവാൻ വേണ്ടിയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആത്മസംസ്കരണം നേടിയവൻ. ആത്മസംസ്കരണം എങ്ങനെ നേടാൻ സാധിക്കും? അതെ, കൃത്യമായ പരലോകബോധം ഒന്നുകൊണ്ട് മാത്രം. ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുന്നു എന്ന സന്ദേശമാണ്. മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുന്നു. ഇത് ജീവിതമല്ല, ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ആ ജീവിതം സത്യമെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചോനോട് പറഞ്ഞല്ലോ, പടച്ചോനെ കൈഫ തുഹീൽ മൗത, എങ്ങനെ മരിച്ചോലെ ജീവിപ്പിക്കുക? പടച്ചോന്റെ ചോദ്യം, അവലം തുഅ്മിൻ, ഇബ്രാഹിം എനിക്ക് ഈമാനില്ലേ? ബലാ, പിന്നെ എനിക്ക് ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ കൽബിനൊരു ഉറപ്പ് കിട്ടാനാ പടച്ചോനെ. ഞാൻ എന്റെ ഉപ്പനോട് തെറ്റി, നാട്ടിൽ കറങ്ങി, നാട്ടുകാരെന്നെ തീയിലിട്ടു, അവിടെ നീ എന്നെ രക്ഷിച്ചു. ഞാൻ തൗഹീദ് പറഞ്ഞു, എന്റെ കുടുംബത്തെ കൊണ്ടുപോയി നിന്റെ കൽപ്പന പ്രകാരം അവിടെ ആക്കി. മക്കളെ കിട്ടാത്ത പരീക്ഷണം ഞാൻ സഹിച്ചു, കുട്ടിയെ കിട്ടിയപ്പോ അറുക്കാൻ പറഞ്ഞു, അതിൽ ഞാൻ റെഡിയായി. അങ്ങനെ ഇതെല്ലാം ചെയ്തത് പടച്ചോനെ ഈ ത്യാഗമൊക്കെ സഹിക്കുന്ന നീ പറഞ്ഞ പരലോകം വിചാരിച്ചിട്ടാ, അതൊരു ഉറപ്പ് കിട്ടാനല്ല, എനിക്ക് വിശ്വാസമില്ലായിട്ടൊന്നല്ല. എങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് കിട്ടാൻ അന്ന് അള്ളാഹു പറഞ്ഞതുപോലെ പക്ഷികളെ കഷ്ടമാക്കി വെച്ച് മലകൾക്ക് മുകളിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വിളിച്ചാൽ പക്ഷികൾ തിരിച്ചു വരുന്ന അവസ്ഥ ഇന്നില്ല. അതിന് പകരം നമ്മുടെ കയ്യിലുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ സർപ്പമായി മാറി അത്ഭുതം പോലെ, ഈ വടി നിലത്തിടുമ്പോൾ പാമ്പാകുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതാണ് ഏറ്റവും വലിയ പരലോകത്തിനുള്ള തെളിവ്. അങ്ങനെ എനിക്ക് ജീവിതമുണ്ട്, മരണത്തോടുകൂടി എന്റെ ജീവിതം ആരംഭിക്കുന്നുവെന്ന് ഉറപ്പായാൽ, കൈക്കൂലി കൊടുക്കുമ്പോ, പലിശയുമായി ബന്ധപ്പെടുമ്പോ, സ്ത്രീധനം വാങ്ങുമ്പോ, വൃത്തികേടുകൾ കാണിക്കുമ്പോ ജീവിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, ജീവിക്കണ്ടേ എന്നതിന് പകരം എന്തായി മാറും? അതെ, എന്റെ മകന്റെ റാങ്ക് നമ്പർ 5 ആ 5ാം നമ്പർ ഉള്ള എന്റെ മകനിൽ നിന്ന് വ്യത്യസ്തമായി 3ാം നമ്പറുകാരൻ ഇരിക്കെ 5ാം നമ്പറുകാരനായ എന്റെ മകൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. ജോലിക്ക് ചേർന്നോ? ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, ജീവിച്ചു പോണ്ടേ. ഇവിടെ നമ്മൾ പറയും എനിക്ക് സ്വാധീനമുണ്ട്, മന്ത്രി വിളിക്കാനുണ്ട്, ഓഫീസിൽ ആളുണ്ട്, 5ാം നമ്പറുകാരനായ എന്റെ മകന് ജോലിയും കിട്ടും, പക്ഷെ മരിക്കണ്ടേ. ആ 3ാം നമ്പറുകാരൻ വാങ്ങേണ്ട ശമ്പളം ഓരോ മാസവും എന്റെ മകൻ പോയി വാങ്ങിയാൽ അതിന്റെ ഹിസാബ് ഞാൻ നാളെ പരലോകത്ത് എന്തു പറയും എന്നതാണ് നമ്മൾ നയിക്കേണ്ടത്. മരിച്ചു പോണ്ടേ, ജീവിക്കണ്ടേ എന്നല്ല, മരിക്കണ്ടേ എന്ന ചിന്ത. ആ ചിന്ത ഖുർആനാകുന്ന ഹദീസാകുന്ന പ്രമാണങ്ങൾ പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ നമ്മിൽ ഉണ്ടായിത്തീരണം. അവിടെയാണ് നമ്മുടെ വിജയം പ്രദാനം ചെയ്യുന്നത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു. ചോദിച്ചു, എന്തേ അങ്ങ് ഇങ്ങനെ? അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അവ്വലു മൻസിലാണ് ഖബർ, അവിടെ വിജയിച്ച ബാക്കിയൊക്കെ എളുപ്പമായി. അവിടെ എന്റെ അവസ്ഥ എന്തായിരിക്കും? നാം അത് ആഗ്രഹിക്കേണ്ടതാണ്, നാം അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനത്തിന്റെ എല്ലാം ലക്ഷ്യം
നമ്മുടെ ഓരോരുത്തരുടെയും പരലോക രക്ഷയ. ഈ വെസ്റ്റ് ജില്ലയിലെ ജില്ലാ കൂട്ടായ്മ പരലോകത്ത് വിചാരണല്ല, നമ്മുടെ ശാഖാ കമ്മിറ്റിക്ക് വിചാരണല്ല, പള്ളി കമ്മിറ്റിക്ക് വിചാരണല്ല, ഓരോ വ്യക്തിക്കും വിചാരണ. അവരോരോരുത്തരും ഏകാഗിയായിക്കൊണ്ട് റബ്ബിന്റെ അടുത്ത് വരും. ഞാനും എൻ്റെ അമലുകളെ ഉണ്ടാവുള്ളൂ എന്ന ആ ചിന്ത, അതാണ് നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാം പ്രമാണങ്ങൾ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും മുന്നോട്ട് നീങ്ങാൻ നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണിത്. ദഅവത്തിന്റെ മഹത്തായ ഉത്തരവാദിത്തം എന്റെയും നിങ്ങളുടെയും മേൽ തലയിലുണ്ട്. അതിന്റെ കൂട്ടായ്മയെ തകർത്ത് തരിപ്പനമാക്കാൻ ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളും സ്വാർത്ഥ താല്പര്യക്കാരും നമ്മുടെ പണ്ഡിത സംഘടനയെയും നമ്മുടെ ജനകീയ കൂട്ടായ്മയും തകർത്ത് തരിപ്പണമാക്കി എല്ലാം നശിച്ചു എന്ന് ഉറപ്പുവരുത്തുമ്പോഴും ഇല്ല, ഇവിടെ ദഅവത്ത് നടക്കുക തന്നെ ചെയ്യും. തൗഹീദിന്റെ ദഅവത്ത് നടക്കുക തന്നെ ചെയ്യും. ക്ഷേത്രങ്ങളിൽ പോയി തൗഹീദ് പറയുന്ന പ്രഭാഷകരുടെ എണ്ണം കൂടി. നാട്ടിലിതാ നമ്മുടെ സമ്മേളനം പ്രഖ്യാപിക്കുന്നതോടുകൂടി പുതിയ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്ത് ദഅവാ സ്ക്വാഡുകൾ വരാൻ പോവുകയാണ്. നമ്മുടെ ജില്ലയിൽ ജില്ലാ കമ്മിറ്റി ഒരു പ്രത്യേക പ്രദേശം തെരഞ്ഞെടുത്ത് വീടുകളിലേക്ക് കയറിച്ചെന്നും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചും തൗഹീദ് പറയാൻ തീരുമാനിച്ചുവെങ്കിൽ ഈ സദസ്സിലുള്ള വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നും ശാഖകളിൽ നിന്നും വന്നവരെ നമ്മുടെ ഓരോ പ്രദേശത്തും നമുക്കൊരു പുതിയ ഭാഗം തെരഞ്ഞെടുക്കണം. അവിടേക്ക് സീഡികളുമായി ലഘുലേഖകളുമായി പോകണം, അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കണം, അവിടെ തൗഹീദിന്റെ വയല് വെക്കണം, പരലോകത്തിന്റെ വയല് വെക്കണം. അങ്ങനെ ദഅവത്തിന്റെ ശക്തമായ ഒരു അലയൊലി പരലോകത്തിന് വേണ്ടി മാത്രം, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിനുള്ള ശക്തമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലുള്ള ഈ പ്രമാണങ്ങളുടെ ശക്തി അത് തകർക്കുന്നതിന് വേണ്ടി എപ്പോഴും വിവാദങ്ങളിൽ മാത്രം ജീവിക്കണം എന്നാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് തീവ്രവാദ ആരോപണത്തിന്റെ പിന്നിൽ, അതാണ് ഭീകരവാദ ആരോപണത്തിന്റെ പിന്നിൽ, അതാണ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പിന്നിൽ, അതാണ് അറബിക്കല്യാണത്തിന്റെ പിന്നിൽ. എന്തേ അറബിക്കല്യാണം? ഈജിപ്തിൽ കല്യാണം നടന്ന ഈജിപ്തൻ കല്യാണം എന്തേ പറയാത്തത്? ആദിവാസിയിൽ നടക്കുന്ന ശിശു വിവാഹത്തെ കുറിച്ച് ആദിവാസി കല്യാണം എന്തേ പറയാത്തത്? അറബിക്കല്യാണം എന്ന പദം എവിടുന്ന് വന്നതാ? അത് തീർച്ചയായും പക്ഷപാതപരമാണ്. ഒരു സമൂഹത്തിന്റെ നേരെയുള്ള ദുസ്സൂചനയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്ത്യ രാജ്യത്ത് വിവാഹപ്രായം 18 നിന്നും താഴ്ത്തിയേ പറ്റൂ, ഞങ്ങളങ്ങനെ കല്യാണം കഴിക്കുമെന്നല്ല പറഞ്ഞത്. അനിവാര്യ സാഹചര്യങ്ങളിൽ 18 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടി എന്ന അവസ്ഥയിൽ, സ്ത്രീ എന്ന അവസ്ഥയിൽ ആകുന്നതോടുകൂടി അവൾക്ക് വിവാഹിതരാകാം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആക്കണമെന്ന് നിർബന്ധിക്കണമെന്നല്ല, അതാണ് നിയമം. അനിവാര്യ സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നാൽ അതിനനുസൃതമായ നിയമം ഇവിടെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത്. നിയമം ലംഘിച്ച് 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കുമെന്നല്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് 14 നമ്മുടെ സംസ്ഥാനത്ത് മുമ്പ്, പിന്നീട് അത് 16 ആക്കി, പിന്നീട് 18 ആക്കി. ഇതൊക്കെ മാറ്റം വന്നതല്ലേ? ഇതുപോലെ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ അതിന് നിയമ പരിരക്ഷ വേണം. നിയമം ലംഘിക്കുമെന്നല്ല, അത്തരം സാഹചര്യങ്ങളിൽ നിർണായക ഘട്ടങ്ങൾ വന്നാൽ അതിന് നിയമസാധുത ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലെ ഇത് പറയുമ്പോൾ ചിന്തിക്കണം, വിവാഹപ്രായം 18 മുമ്പ് ആവുക എന്നത് അത് അപകടമാണെങ്കിൽ, അത് ജീർണതയാണെങ്കിൽ, അത് പിന്നോക്കാവസ്ഥയാണെങ്കിൽ, അത് മോശമാണെങ്കിൽ റഷ്യയിലെ വിവാഹപ്രായം എത്രയാ? റഷ്യയിലെ വിവാഹപ്രായം എത്രയാ? അതേപോലെ തന്നെ ഹോങ്കോങ്ങിലെ, പാശ്ചാത്യൻ രാജ്യങ്ങളിൽ, UK വിവാഹപ്രായം മിക്ക രാജ്യങ്ങളിലും 17 താഴെ. 17 താഴെയാണ് വിവാഹപ്രായം. എന്തേ ആരും പറയാത്തത്? ഈ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി വിവാഹം കഴിക്കുന്നത് 13-ാം വയസ്സിലാ. ഭാര്യയുടെ വയസ്സും 13 തന്നെ. അതുകൊണ്ട് അങ്ങനെ ആക്കണമെന്നല്ല. എന്തിനാണ് ഒരു സമൂഹത്തിന്റെ നേരെ മാത്രം വരുന്നത്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിലൊരു കൊണ്ടൊരു കല്യാണം കഴിക്കണ്ട. ഓൾക്ക് താല്പര്യമില്ല, ഓൾ പഠിച്ചോട്ടെ, നമ്മൾ നിർബന്ധമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിഞ്ഞു പോയവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തു ചെയ്യും? അവർ പ്രയാസപ്പെടരുത്. അതിനാണ് ഗവൺമെന്റ് ചില ആനുകൂല്യങ്ങളും കാര്യങ്ങളും പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും മതവിരുദ്ധമല്ല, രാജ്യവിരുദ്ധവുമല്ല, നിലവിലുള്ള നിയമത്തിൽ ലംഘിക്കലുമല്ല. നിയമത്തിൽ പഴുതുണ്ടാകണം, നിയമത്തിൽ അതിനാവശ്യമായ നിർദ്ദേശമുണ്ടാകണം എന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് വിവാദങ്ങൾ അനാവശ്യമാണ്.
ഇന്ത്യയിലെ മാത്രം ശിശു വിവാഹത്തിന്റെ കണക്കെടുത്തു നോക്കൂ, മുസ്ലിങ്ങളല്ല മുമ്പിൽ. എടുത്തു നോക്കൂ, കേരളത്തിൽ എടുത്തു നോക്കൂ, മുസ്ലിങ്ങളല്ല മുമ്പിൽ. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കൃത്യവും വ്യക്തവുമായ നിലപാടുണ്ട്. ഈ വിവിധ രാഷ്ട്രങ്ങളുടെ വിവാഹപ്രായം വിചിന്തനം എന്ന് പറയുന്ന ശബാബ് വ്യതിയാനത്തിലേക്ക് പോയപ്പോൾ ആ ശബാബിന്റെ സ്ഥാനത്ത് മുമ്പേ ഉള്ള ശബാബ് പുനഃസ്ഥാപിച്ച് വിചിന്തനം വന്ന് ആ വിചിന്തനവും ശബാബുമായി ഭായി ആയപ്പോൾ ദർശനം ഇറങ്ങി. ദർശനത്തിന്റെ ഈ ലക്കം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ വിഷയത്തിന് കൃത്യമായ മറുപടി കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നേതാവിനും രാഷ്ട്രീയ നേതാവിനും ഒരക്ഷരം പറയാനില്ലാത്ത തരത്തിൽ വിവിധ രാഷ്ട്രങ്ങളുടെ വിവാഹപ്രായം കോളമിട്ട് കൊടുത്ത് കൃത്യമായി ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് ചെയ്ത ദൗത്യം ഇന്ന് ദർശനം എന്ന് പറയുന്ന നമ്മുടെ താൽക്കാലിക പ്രസിദ്ധീകരണം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ഓരോ പ്രദേശത്തും ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ. അവിടെ ഇസ്ലാമിൻ്റെതായ ശരിയായ ശബ്ദം എത്തിക്കാൻ നമ്മൾ തയ്യാറായാലും ഇല്ലെങ്കിലും നമ്മെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കാൻ ജനുവരി മാസം 25-26 തീയതികളിൽ തിരുരങ്ങാടിയിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലാ സമ്മേളനം അതൊരു കേവല ജില്ലാ സമ്മേളനമല്ല, അതൊരു സമാപന സെഷൻ മാത്രമാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ വെസ്റ്റ് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നാം പ്രഖ്യാപിക്കുന്ന ഇതേപോലെയുള്ള പരിപാടികൾ ഭംഗിയായി വിജയിപ്പിക്കുവാനും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. ആ ആയുധം നമ്മൾ കയ്യിലെടുക്കണം. നമുക്ക് ആരോടും വാശിയില്ല, ദേഷ്യമില്ല, നമുക്ക് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ആദർശത്തിന്റെ വിഷയത്തിൽ എത്ര കൊലകൊമ്പന്മാരായിരുന്നാലും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ നിർവഹിക്കുകയില്ല. ലെറ്റർ പേഡും സീലും ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും അങ്ങ് മംഗലാപുരത്ത് വെച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന വാദത്തെ ഞങ്ങൾ ഖണ്ഡിക്കുന്നു എന്ന് അങ്ങ് മംഗലാപുരത്ത് വെച്ച് കേരളത്തിൽ കൂടുതൽ മദ്രസ ഞങ്ങൾക്കാണെന്ന് പറയുന്ന, കൂടുതൽ ആളുകൾ ഞങ്ങളോടൊപ്പമാണെന്ന് പറയുന്ന ഔദ്യോഗിക സമസ്തക്കാര് പ്രഖ്യാപിച്ചപ്പോ അല്ല മുസ്ലിയാരെ, പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവരോട് വാദിക്കാൻ ഇവിടെ മടവൂർ വിഭാഗം ഉണ്ടായിട്ടില്ല. ലെറ്റർ പേഡും സീലും കയ്യിലുള്ളവർ ഉണ്ടായിട്ടില്ല. അതില്ലാത്തവരാ വണ്ടി കയറിയത്. എന്നിട്ട് ആ മുസ്ലിയാക്കന്മാരോട് കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞത് അല്ലേ? ആ സംവാദം നടക്കുമ്പോൾ തന്നെ ശിർക്കൻ വാദങ്ങളോട് താദാത്മ്യം പ്രാപിക്കുന്ന വാദങ്ങളുമായി നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞ ലബ്ബാദാരിമി ആദർശത്തിനെതിരെ സംസാരിച്ച സൂചന വന്നപ്പോൾ ഒരൊറ്റയേറ് കൊടുക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല. ജമിയത്തുലമയുടെ യോഗം ചേരുന്നത് പോലെ യോഗങ്ങൾ വേണ്ടി വന്നില്ല അങ്ങ് തട്ടിക്കളയാൻ. എന്തേ കാര്യം? ആദർശത്തെയാണ് സ്നേഹിക്കുന്നത്. വ്യക്തികൾക്ക് ഒരു സ്ഥാനവും ഇതിലില്ല. ഈ സംസാരിക്കുന്ന ഞാൻ ആദർശ വിരുദ്ധമായി ഇവിടെ സംസാരിച്ചാൽ ഇന്ന് ഞാൻ ഒതായിൽ സംസാരിക്കില്ല, അടുത്ത സംസാരം എനിക്കുണ്ടാവില്ല. ഇതൊരു വ്യക്തി പ്രസ്ഥാനമല്ല, ഇതൊരാദർശമാണ്. ആ ആദർശത്തിന്റെ മഹത്വം മനസ്സിലാക്കി നീങ്ങാൻ നമുക്ക് സാധിക്കണം. ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക, പരലോകം മാത്രം മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുക. നമുക്കൊക്കെ ഈ തൗഹീദും സുന്നത്തും പരലോക ബോധവും കിട്ടാൻ ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ സെയ്ദ് മൗലവിയെ പോലെ, KP-യെ പോലെ, ഉമർ മൗലവിയെ പോലെയുള്ള, കുഞ്ഞീദ് മദനിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, കേരളത്തിൽ പടർന്നു പന്തലിച്ച ഈ തൗഹീദിന്റെ ശക്തമായ ദഅവത്തിന്റെ തുടർച്ച ഏറ്റെടുക്കാനുള്ള ഇൽമ് ഞങ്ങൾക്ക് നൽകണമേ, അതിനുള്ള ധൈര്യം നൽകണമേ, ആഫിയത്ത് നൽകണമേ. അല്ലാഹുവേ, സകല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ദീനിന്റെ കലിമത്ത് ഉന്നതമാക്കുന്ന പ്രവർത്തനത്തിൽ യോദ്ധാക്കളായി മാറാൻ ആ രംഗത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത തലമുറക്കും നീ പ്രദാനം ചെയ്യണമേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.